NDA ശുഭപ്രതീക്ഷയിലാണെന്നും മുത്തോലി പഞ്ചായത്തിൽ ഇത്തവണയും ഭരണം പിടിച്ചെടുക്കുമെന്നും പാലാ നഗരസഭയിൽ താമര വിരിയുമെന്നും BJP സംസ്ഥാന സമിതി അംഗവും ലാലം ബ്ലോക്ക് മുത്തോലി ഡിവിഷൻ സ്ഥാനാർത്ഥി കൂടിയായ രഞ്ജിത് ജി മീനാഭവൻ പറഞ്ഞു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ആത്മവിശ്വാസത്തിലും കരുത്തിലുമാണ് രഞ്ജിത് ജി മീനാഭവൻ. രഞ്ജിത്ത് ഇത്തവണ ലാലം ബ്ലോക്ക് മുത്തോലി ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. മുത്തോലി പഞ്ചായത്തിലെ 6 മുതൽ 12 വരെ വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ് മുത്തോലി ഡിവിഷൻ. BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും പ്രബലരായ മറ്റ് 2 മുന്നണികളുടെയും വിശ്വാസത്തിലെടുത്തും മറ്റും ഒപ്പം നിർത്തിയുമാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയത്. UDF കോൺഗ്രസ് പ്രതിനിധി ഹരിദാസ് അടമന്ത്ര, LDF കേരള കോൺഗ്രസ് M പ്രതിനിധി ഷാജി ജോസഫ് വില്ലൻകല്ലേൽ എന്നിവരാണ് എതിർ സ്ഥാനാർത്ഥികൾ. കൊഴുവനാൽ പഞ്ചായത്ത് വാർഡ് 8 സ്മിത വിനോദ്, വാർഡ് 9 അഡ്വക്കേറ്റ് ജി അനീഷ്, വാർഡ് 10 രതീഷ്, കരൂർ ഗ്രാമപഞ്ചായത്ത് ഇടനാട് വാർഡ് 14 ഗിരിജ ജയൻ, വാർഡ് 9 അല്ലപ്പാറ അനൂപ്, വള്ളിച്ചിറ വെസ്റ്റ് വാർഡ് 11 ശോഭ, ലൈല വാർഡ് 10, വാർഡ് 13 ഇടനാട് ശ്രീകുമാർ, പാലാ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 12 ചെത്തിമറ്റം വിൻസെന്റ്, വാർഡ് 3 സന്ധ്യ ശങ്കര നാരായണൻ, മാർക്കറ്റ് വാർഡ് 26 പുത്തൻപള്ളിക്കുന്ന് ജിജോ മൂഴയിൽ, വാർഡ് 13 വിനീഷ് വിജയൻ, വാർഡ് 14 അജിത്ത്, വാർഡ് 15 സ്മിത എസ് നായർ, പാലംപുരയിടത്തിൽ മീനച്ചിൽ പഞ്ചായത്തിലെ വാർഡ് 14 വേണു VR വേങ്ങയ്ക്കൽ, കടനാട് ഉള്ളനാട് നീലൂർ PR മുരളീധരൻ, പുഷ്പജ, ബിനീഷ് ചൂണ്ടച്ചേരി എന്നിവരും മത്സര രംഗത്തുണ്ട്. വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഏകദേശം 40% വോട്ടുകൾ നമ്മുടെ മുത്തോലി പഞ്ചായത്തിലുള്ള ബൂത്തുകളിൽ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് 400 മുകളിൽ വോട്ടുകളായിട്ടുണ്ട്. ഏതായാലും മുത്തോലി പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ വോട്ടുകൾ ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ്. മുത്തോലി പഞ്ചായത്തിൽ ഇത്തവണയും BJPയുടെ ഭരണം ഉണ്ടാകും, അത് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ പ്രാവശ്യക്കാളും കൂടുതൽ സീറ്റുകൾ ഇത്തവണ തന്നെയാണ്. പല മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും വാർഡുകൾ പ്രതീക്ഷയുള്ളതുണ്ടോ? പല മുനിസിപ്പാലിറ്റിയിൽ 1-2 വാർഡുകൾ നമുക്ക് പ്രതീക്ഷയുള്ള വാർഡുകളുണ്ട്. പല മുനിസിപ്പാലിറ്റിയിൽ 1-2 വാർഡുകൾ പ്രതീക്ഷിക്കുന്നു. i4A ന്യൂസ് പാലാ.